വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫൺ വിത്ത് അവീസ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. അവിടെ ഇപ്പോൾ ഫ്ലവർ ഷോ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മളിപ്പോൾ അവിക്കുട്ടി പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോൾ മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനിലാണുള്ളത്. ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കുള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മൂന്നാർ തേക്കടി റോഡാണ്. എളുപ്പം പറഞ്ഞാൽ മൂന്നാർ ബസ് സ്റ്റാൻഡിൽ നിന്നും കൃത്യം 1 കിലോമീറ്റർ മാത്രം. മൂന്നാർ ടൂർ പാക്കേജിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സ്ഥലം തന്നെയാണ് നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇവിടെ വന്നാൽ 150ഓളം വിവിധ തരത്തിലുള്ള ഫ്ലവറിങ് പ്ലാന്റ്സ് കാണാം. അതേപോലെ തന്നെ റെയർ ആയിട്ടുള്ള മെഡിസിനൽ പ്ലാന്റ്സ് ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഒരു ചെറിയൊരു ഓപ്പൺ തിയേറ്ററും ലാൻഡ്സ്കേപ്സും നടപ്പാതകളും ചെറിയൊരു ക്യാൻറ്റീൻ, സ്പൈസ് ഷോപ്സ്, ഫിഷ് സ്പാ, ചിൽഡ്രൻസ് പാർക്ക് എന്നിവയെല്ലാം ഇവർ ഏക്കറുകളോളം വരുന്ന ഈ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫോട്ടോഗ്രാഫിക്കും ആൽബം ഷൂട്ടിനും മറ്റും അല്ലെങ്കിൽ ഒരു ചെറിയ ഔട്ടിങ്ങിനൊക്കെ നമുക്ക് ഈ ഒരു പ്ലേസ് ബെസ്റ്റാണെന്ന് പറയാൻ പറ്റും. ഇത് ഏക്കറുകളോളം ഉണ്ടെന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു ചെറിയ പാർട്ടാണ് അതിൽ നിന്ന് കാണിക്കാൻ പറ്റിയിട്ടുള്ളൂ. കാരണം കുറേ നടക്കാനുണ്ട്. അതേപോലെ തന്നെ കുറേ സ്റ്റാച്യൂസ് ഇവിടെ വെച്ചിട്ടുണ്ട് ആനിമൽസിൻ്റെ. അതെ കണ്ടില്ലേ, കഥകളിയുടെ. അതിന് മുന്നേ അവിക്കുട്ടി ഒരു നമസ്തേ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെ തുടർന്ന് നമ്മൾ പിന്നെയും ഇങ്ങനെ നടക്കുകയാണ്. അപ്പുറവും ഇപ്പുറവും മൊത്തം ഗ്രീനറിയാണ്. നല്ലൊരു വൈബാണ് കേട്ടോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. അതേപോലെ തന്നെ കോട ഇറങ്ങുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവിക്കുട്ടി ഒരു ബട്ടർഫ്ലൈയെ പോലെ ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. ഓരോ ഫ്ലവേഴ്സിനെ തൊട്ടും തലോടിയൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം എന്തൊക്കെയോ ആൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ നടക്കുകയാണ്. കുറേ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുവിധം നല്ലൊരു തിരക്കുണ്ടായിരുന്നു അവിടെ. നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സൈഡിലായിട്ട് അരുവിയൊക്കെ കാണാൻ സാധിക്കും. മഴ പെയ്ത ടൈം ആയത് കാരണം അരുവി ഒഴുകുന്നതിൽ നല്ല ഫ്ലോ ആയിരുന്നു. നല്ല ഫ്ലോ ഉണ്ടായിരുന്നു അരുവി ഒഴുകുന്നതൊക്കെ. നല്ലൊരു ആംബിയൻസാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. നമുക്ക് നമ്മുടെ മനസ്സൊക്കെ നല്ലതായിട്ട് റിഫ്രഷ് ആവും ഇവിടെ വന്നാൽ. അതിനുശേഷം ഞങ്ങൾ കുറേ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ ഇവിടെ വന്നിട്ട്. കണ്ടില്ലേ, നല്ല രീതിയിൽ അവരെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി ഇരുട്ടായി കഴിഞ്ഞാൽ നല്ല ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതാരാ നോക്കിയേ, അരിക്കൊമ്പൻ. അവയോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ആ കാണുന്നത്. അരിക്കൊമ്പൻ്റെ സ്റ്റാച്യു, അതേപോലെ തന്നെ മറ്റുള്ള അനിമൽസ്, ഡിനോസർ, അങ്ങനെ പല അനിമൽസിൻ്റെ സ്റ്റാച്യൂസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദേവിക്കുട്ടി ഒരു ചെറിയ സ്ലോ മോഷൻ വീഡിയോ വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു സ്ലോ മോഷൻ വീഡിയോ എടുത്തതാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റ് വാച്ച് പ്ലേസ് ആണ് കേട്ടോ ബൊട്ടാണിക്കൽ ഗാർഡൻ.